ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണ് നിങ്ങളോട് ഉണ്ടായിരുന്ന ഒരു ഫീലിങ്സ് എന്തായിരുന്നു എന്ന് നോക്കാം. അവർ ഇന്നത്തെ ദിവസം നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ? അവരുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു തോട്ട്സ്, ഫീലിങ്സ് ഇതെല്ലാം ഏത് രീതിയിലാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് ഓർക്കുക. അവരുടെ മുഖം മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ്, അവരുടെ പേര് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടേയിരിക്കുക. ആ ഒരു രീതിയിൽ നിങ്ങൾ ഓർക്കുമ്പോഴാണ് നിങ്ങളുടെ എനർജിയും ഈ ഒരു റീഡിങ്ങുമായിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ആവുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഇരിക്കുന്ന വ്യക്തികളുടെ റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെയും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇവരുടെ എനർജി വളരെ ലോ ആയിട്ട് കാണുന്നുണ്ട്. ലോ എന്ന് പറയുമ്പോൾ ഉള്ളിൽ കൊണ്ടിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പുറമേ കാണിക്കുന്നില്ല, പക്ഷേ മാനസികപരമായിട്ട് ഇവർ വളരെയധികം വീക്ക് ആണ്. അപ്പൊ നമ്മൾ നോക്കുന്നത് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന പേഴ്സൺ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികൾക്കായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് 10 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ഇവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വലിയ ഭാരം കയറ്റി വെച്ച ഒരു ഫീൽ ആണ്. കാരണം അത്രത്തോളം ഇവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജി തന്നെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇവരുടെ കൂടെ ഇന്നിപ്പോ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ആ ഒരു സ്നേഹമാണെന്നുണ്ടെങ്കിലും ആ ഒരു സന്തോഷങ്ങളാണെന്നുണ്ടെങ്കിലും അവർക്ക് ആ ഒരു ആത്മാർത്ഥമായിട്ട് ഉള്ളു തുറന്ന് ചിരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എല്ലാവരും ഉണ്ടെങ്കിലും എന്തോ ഒരു മിസ്സിങ്, ആ ഒരു മിസ്സിങ് നിങ്ങളുടേതായ ഒരു സ്നേഹമാണെന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ മനസ്സിന്റെ ആ ഒരു ദുഃഖത്തിന്റെ ഭാരം അവർക്കൊന്ന് എത്രയും വേഗം മാറ്റണം എന്നൊരു ചിന്ത ഇന്ന് ഒരുപാട് തോന്നിയിട്ടുണ്ട്. ഹെർമിറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു പോയ കാര്യങ്ങൾ നല്ലതാണെങ്കിലും ചീത്തതാണെന്നുണ്ടെങ്കിലും എന്തൊക്കെയാണ് പറ്റിയിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഒറ്റപ്പെട്ടിരിക്കുന്ന ആ ഒരു എനർജിയിൽ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും അവർ മാറിയിരുന്ന് അവരുടേതായ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ആഴത്തിൽ ചിന്തിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. ആ ഒരു ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഇവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണോ എന്നൊരു കുറ്റബോധമാണ്. ഇതൊരു കുറ്റബോധത്തിന്റെ കാർഡാണ്, അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്താപം അവരിൽ നടക്കുന്ന മാനസാന്തരത്തിന്റെ കാർഡാണ്. മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പേഴ്സണെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ത് റീസന്റെ പേരിലാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് ഈ ഒരു സമയത്ത് അവർക്ക് ആത്മാർത്ഥമായിട്ട് അതിലൊരു കുറ്റബോധം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എത്രത്തോളം സന്തോഷകരമായ ഒരു ദിനങ്ങളാണെന്നുണ്ടെങ്കിലും അവർക്ക് അത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. സെവൻ ഓഫ് പെന്റിക്കിൾസ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ആ ഒരു നഷ്ടബോധത്തിലേക്ക് അല്ലെങ്കിൽ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു സ്നേഹത്തിലേക്കും ആ ഒരു പഴയകാല ഓർമ്മകളിലേക്കും വളരെയധികം വേദനയോട് കൂടി തന്നെയാണ് ഇവരിപ്പോ നോക്കി നിൽക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സ്നേഹമാണെന്നുണ്ടെങ്കിലും കെയറിങ് ആണെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ഒരു മൊമെന്റ്സ്, കാര്യങ്ങൾ, വളരെ ആഘോഷപൂർവ്വമായിട്ട് ചെയ്തു തീർത്ത ഓരോ പ്രവർത്തികൾ, ഇതെല്ലാം ഇവര് വളരെ വേദനയോടുകൂടി ഓർക്കുന്നുണ്ട്. വേദനയോടുകൂടി ഓർക്കുമ്പോഴും ഇവർക്കിവിടെ കമ്മ്യൂണിക്കേഷൻ എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് വീണ്ടും നിങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളോടൊന്ന് സംസാരിക്കണം, നിങ്ങളുമായിട്ട് പല കാര്യങ്ങൾ ഷെയർ ചെയ്യണം. അതിപ്പോ അവർ ചെയ്തിരിക്കുന്ന തെറ്റുകളാണെന്നുണ്ടെങ്കിൽ forgiveness ആണ്. അവർക്ക് നിങ്ങളോടൊന്ന് മാപ്പ് പറയണം, ഏറ്റു പറയണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇതിലേക്ക് എഫേർട്ട് എടുക്കണം എന്ന് ചിന്തയുണ്ട്. അപ്പൊ അവരുടെ ഒരു തോട്ട്സ് എന്ന് പറയുന്നത് ഇവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകളെ ക്ലിയർ ചെയ്തിട്ട് ഈ ഒരു ബന്ധത്തിലേക്ക് സാക്രിഫൈസും കൂടിയാണിത്. സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ സ്വന്തമായിട്ട് എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ അതിന്റെ ഒരു വളർച്ച കൊണ്ടുവരിക. ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ നിന്ന് പറ്റിയിരിക്കുന്ന കാര്യങ്ങളെ അവരായിട്ട് തന്നെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു മനസ്സിലേക്ക് ഇവരിപ്പോ മാറുന്നുണ്ട്.
ഇതുവരെ അവരുടെ ഒരു ഭാഗം അവർ ന്യായീകരിച്ച് നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ തെറ്റുകളൊന്നും അവർ അംഗീകരിച്ച് തന്നിട്ടുണ്ടായില്ല. നിങ്ങളാണ് തെറ്റുകാരികൾ അല്ലെങ്കിൽ തെറ്റുകാരൻ എന്നുള്ള രീതിക്ക് ബ്ലെയിം ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ മനസ്സുകൊണ്ട് ചില കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയ ഒരു ചിന്തയൊക്കെ വരുമ്പോ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കൂടെ നിൽക്കുമ്പോ അവർക്ക് മാത്രം അത് എൻജോയ് ചെയ്യാനായിട്ട് കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ അവർക്ക് മിസ് ചെയ്തിരിക്കുന്നത്. ചില സമയങ്ങളിൽ മാത്രമായിരിക്കും അവർ ഭയങ്കരമായിട്ട് ആ ഒരു മിസ്സിങ് അറിയുന്നത്. ഇത്രയും നാളും ചിലപ്പോൾ അത്രത്തോളം ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അവർ ഡീപ്പായിട്ട് വരുംതോറും അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ വിട്ട് വിട്ട് നിങ്ങൾ ചിലപ്പോൾ ചേസിങ് മെന്റാലിറ്റി ഒക്കെ നിർത്തിയിട്ടുണ്ടാവും. കംപ്ലീറ്റ്ലി നിങ്ങൾ ഈ ഒരു പേഴ്സണെ ലെറ്റ് ഗോ ചെയ്തവരായിരിക്കും. ലെറ്റ് ഗോ ചെയ്യാന്ന് പറയുമ്പോൾ ചേസ് ചെയ്ത് പോവുക, ഇവരുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇത് വേണം വേണം എന്നുള്ള രീതിക്ക് മനസ്സിങ്ങനെ പുറകെ പോകുന്ന പരിപാടിയൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ടിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു റിവേഴ്സ് സൈക്കോളജി ആണ്. നിങ്ങൾ വിട്ടിട്ട് പോയ ആ ഒരു സ്ഥലത്തേക്ക് ഇവരിപ്പോ അട്രാക്റ്റ് ആവുകയാണ്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ ചേസിങ് കാർഡ് ആണ്. ആ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസമൊക്കെ അവർ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയാസ് ആണെന്നുണ്ടെങ്കിലും മറ്റെന്തെങ്കിലും എനർജീസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇപ്പൊ അറിയണം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ വിട്ട് പൂർണ്ണമായിട്ട് പോയി കഴിഞ്ഞോ? യഥാർത്ഥമായിട്ടൊരു ഡിസിഷൻ എടുത്ത് തന്നെയാണോ നിങ്ങൾ മാറി നിൽക്കുന്നത്? അതോ ഇവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ തിരിച്ചു വരുവോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഇവരിലേക്ക് വന്നിട്ടുണ്ട്. ഇതുവരെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു സേഫ് സോണിലാണ് നിന്നുകൊണ്ടിരുന്നത്. ഇവരുടെ ആ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായില്ല. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഏറ്റെടുക്കാനായിട്ട് വലിയ താല്പര്യമൊന്നും കാണിക്കാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു കംഫർട്ട് സോൺ കാര്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ അവർ ആ ഒരു പുറത്തേക്ക് ചാടിയിരിക്കുകയാണ്. കുറച്ച് നാളുകളായിട്ട് ഇവർ ഇതിനെക്കുറിച്ച് ചിന്തയിലായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആയിരുന്നു ഇതെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പരിവർത്തനം നടന്നിട്ട് ആ ഒരു കംഫർട്ട് സോൺ അവർ വലിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരികയാണ്. എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഇതില് ഒരു വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് തന്നെ wish ആണ്. വളരെയധികം പ്രതീക്ഷയോട് കൂടി അവർ ആ ഒരു wish ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ pray ചെയ്യുകയാണ്. കാരണം അവർ ആ ഒരു കാര്യത്തില് ഒരു rebirth പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തില് ഇവരായിട്ട് തന്നെ effort എടുത്ത് വരാനും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു ബന്ധത്തിനെ, ആ ഒരു പഴയകാല ഓർമ്മകളെ വീണ്ടും പുനർജനിപ്പിക്കാനും ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അല്ലെങ്കിൽ ആ ഒരു തീരുമാനം ഇന്ന് അവരുടെ മനസ്സിലേക്ക് വളരെ strong ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് ആ ഒരു കമ്മ്യൂണിക്കേഷനിലുള്ള വിജയമാണ്. കമ്മ്യൂണിക്കേഷന്റെ വിജയം എന്ന് പറയുമ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകളാണെന്നുണ്ടെങ്കിലും മിസ്റ്റേക്സ് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു മനസ്സ് ഇവരിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇതുവരെ അവർ ആ ഒരു മനസ്സിലേക്ക് എത്തിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ആ ഒരു മനസ്സിലേക്ക് ഇവർ എത്തുകയാണ്. കാരണം അവർക്ക് നിങ്ങളുടെ സ്നേഹം വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ relationship ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ രീതിയിലുള്ള situations, third party situations ഉണ്ടായിരിക്കാം, ego പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. third party എന്ന് പറയുമ്പോൾ വ്യക്തികള്, family, emotions എന്ത് വേണമെങ്കിലും ആകാം. അപ്പൊ എന്ത് രീതിയിലുള്ള തടസ്സങ്ങളാണെന്നുണ്ടെങ്കിലും ഇനി ആ തടസ്സങ്ങളെ ഒന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇത് അവരുടെ ലൈഫ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതമാണ് എന്നുള്ള രീതിയിലേക്ക് മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്ത ഇവരിൽ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവരുടെ ദുഃഖം ചുമക്കാനായിട്ട് അല്ലെങ്കിൽ ഇവർ അനുഭവിക്കുന്ന ഈ ഒരു പെയിനിന് ഇവർക്ക് ആരും കൂടെ ഇല്ല. ആരൊക്കെ ഉണ്ടെങ്കിലും അത് ഇവർ അനുഭവിക്കുന്ന പെയിൻ മറ്റുള്ളവർക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ഇവരുടേത് മാത്രമാണെന്നുള്ളത് ഇപ്പോഴാണ് ഇവർ റിയലൈസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഒരു സമയത്ത് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് പോയപ്പോൾ ഒരുപാട് പേര് കൂടെ ഉണ്ടെങ്കിൽ ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ചിലപ്പോൾ എല്ലാവരും എപ്പോഴും ഇവർക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് ഉണ്ടായിരിക്കും, ഇവർ പറയുന്ന കാര്യങ്ങളിൽ മാത്രം സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്നുള്ള രീതിയൊക്കെ ആയിരുന്നിരിക്കാം. പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും ഇവർ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സമയത്ത് ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ പെയിൻ നഷ്ടമാണെന്നുണ്ടെങ്കിലും നേട്ടമാണെന്നുണ്ടെങ്കിലും അതെല്ലാം ഇവരുടെ മാത്രമാണ്. മറ്റുള്ളവരെല്ലാവരും അവരുടേതായ ഒരു ലൈഫിൽ എൻഗേജ്ഡ് ആണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളും ആ ഒരു സത്യങ്ങളും ഇവർ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഈ ഒരു നിമിഷം കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് മൈൻഡിൽ ഉണ്ടായിരുന്ന ഈ ഒരു കാര്യം ആ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ചിന്തകളിൽ ഒരു കാഠിന്യം കൂടിയിരിക്കുന്നത് ഈ ഒരു സമയത്താണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് വളരെയധികം പ്രതീക്ഷയോട് കൂടി ആ ഒരു വ്യക്തി ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നതും നിങ്ങളെ ചേസ് ചെയ്യുന്നതും. അതുപോലെ നമുക്കിവിടെ വന്നിരിക്കുന്നത് അട്രാക്ഷൻ ആൻഡ് റൊമാൻസ് ആണ്. അവർക്കിപ്പോ മനസ്സുകൊണ്ട് നിങ്ങളോട് വളരെയധികം ഒരു പ്രണയം, ആ ഒരു റൊമാൻസും അതുപോലെ തന്നെ വളരെയധികം ഒരു ഫിസിക്കലി ഒക്കെ ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വളരെയധികം അട്രാക്റ്റഡ് ആകുന്നുണ്ട് ഇവര്.
കാരണം എലോൺ ടൈം ആണ്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് അവരിലേക്ക് നിങ്ങളുടെ ചിന്തകൾ വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിലും മെന്റലി ഉള്ള, അതായത് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിങ്, കെയറിങ്, ഇതെല്ലാം ഇവരിപ്പോ ആഴത്തിൽ തന്നെ ചിന്തിച്ച് റിയലൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കുകയാണ്, മിസ് ചെയ്യുകയാണ്. ഇല്യൂഷൻ വന്നിട്ടുണ്ട്. ഒരുപാട് നിങ്ങളെ ഡ്രീം ചെയ്യുന്നുണ്ട് ഇവര്. മാനിഫെസ്റ്റ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. അതായത് നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വന്നു എന്നുള്ളതും നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ടേക്ക് ആ ഒരു നല്ല നല്ല മൊമെന്റ്സ് കൊണ്ടുപോകുന്നതും എല്ലാം ഇവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ഒരു ക്രിയേഷനിലൂടെ വീണ്ടും ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും സോഴ്സ് ആണ്. ഇതുവരെ ഇവരെ സ്വയം നിയന്ത്രിച്ച് ഇവർ കെട്ടിപ്പിടിച്ച് നിർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസിന് വഴങ്ങിയിട്ട് നിങ്ങളിലേക്ക് വരാൻ തയ്യാറെടുത്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ആ ഒരു കെട്ടുകള്, ചരടുകള് എല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും സ്നേഹമാണെന്നുണ്ടെങ്കിലും റൊമാൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാൻ അവർ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇവരുടെ കൂടെ നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇവർക്ക് ചുറ്റും ഉണ്ടായിരുന്നു. അത് ഇമോഷൻസ് ആയിട്ടും വ്യക്തികളായിട്ടും നിങ്ങളിലേക്ക് എത്തുന്ന കാര്യത്തിൽ തടസ്സങ്ങളായിട്ട്. മാത്രമല്ല അവരുടെ എല്ലാം വാക്ക് കേട്ടിട്ട് ഇവരതിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന കാര്യത്തിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഇവർ വരാതിരുന്നിട്ടുമുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ അപ്പോഴും വരാമായിരുന്നു, പക്ഷെ അവരതിന് തയ്യാറെടുത്തിട്ടില്ല. എന്നാൽ ഈ ഒരു സമയത്ത് ഇവർക്ക് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടിട്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും അവരുടേതായ ലൈഫ് ആണ് വാല്യൂ അല്ലെങ്കിൽ വലുത് എന്നുള്ള തിരിച്ചറിവ് ഇവരിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഇപ്പോഴെങ്കിലും ഇവർ ഈ ഒരു ഡിസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കെട്ടുകള്, കാര്യങ്ങള് എല്ലാം, അതായത് നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആ ഒരു പുകമറ, ആ ഒരു മതിൽക്കെട്ടിനെ പൂർണ്ണമായിട്ടും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ എത്താനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു തോട്ടിലേക്ക് ഇവരുടെ മൈൻഡ് എത്തിയിട്ടുണ്ട്. ഇമോഷൻസിനെയൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവർക്ക് നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്, പ്രണയം തോന്നുന്നുണ്ട്, സ്നേഹം തോന്നുന്നുണ്ട്, അതോടൊപ്പം ദുഃഖം, ആ ഒരു ഒറ്റപ്പെടല്, എല്ലാം കൊണ്ടും വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി കാണിക്കുന്നത്. പുറമെ അവർ ഇതൊന്നും കാണിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഇവരുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇവരുടെ ഇമോഷൻസ് ഒന്നും ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയ രീതിയിലൊക്കെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ അറിയാത്ത ഒരു മുഖവും ഇവർക്ക് ഉണ്ടായിരിക്കും. ആ ഒരു മുഖം എന്ന് പറയുന്നത് ഇവർക്ക് ആ ഒരു ഇമോഷൻസ് പൂർണ്ണമായിട്ടും കാണിക്കാനായിട്ട് അത്ര ഇഷ്ടമില്ലാത്ത വ്യക്തികളാണ്. എന്ത് ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും കാണിക്കാൻ അത്ര ഇഷ്ടമില്ല. ചിലപ്പോൾ ദേഷ്യത്തിന്റെ കാര്യത്തിലൊക്കെ കാണിക്കുമായിരിക്കും, പക്ഷെ ആ ഒരു ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡീപ്പ് ലവ് ബോണ്ടിങ് ഉണ്ടല്ലോ, അത് ഇവർ അത്ര എക്സ്പ്രസ് ചെയ്യില്ല. ചിലപ്പോൾ ഇവർ ചെറുതായി പോകുമോ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വാർത്ഥത തന്നെയായിരിക്കും അതിന് കാരണം. സൊസൈറ്റിയിലൊക്കെ ചിലപ്പോൾ ആ ഒരു നല്ല രീതിക്ക് ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇമേജ് ഇടിഞ്ഞു പോകുന്നൊരു സ്വാർത്ഥമായ ചിന്താഗതി. അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടിട്ടാണ് ഇവര് നിങ്ങളിലേക്ക് എക്സ്പ്രസീവ് ആവാതിരുന്നത് എന്നുണ്ടെങ്കിൽ, ഈ ഒരു സമയത്ത് ആ ഒരു ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് ഇവർ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതെല്ലാം നിങ്ങളിലേക്ക് ഓപ്പൺ ആയിട്ട് തന്നെ പ്രകടിപ്പിക്കണം, അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്ന ആ ഒരു മെന്റാലിറ്റി ഇനി ഇതിൽ കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ അപ്പോളജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു ക്ഷമാപണം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിന്റെ വാതില്, വിൻഡോയാണ്, അവരുടെ ഹൃദയത്തിന്റെ ആ ഒരു വാതില് എല്ലാ രീതിയിലും അവർ നിങ്ങളിലേക്ക് തുറന്നിടുകയാണ്. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വരണമെന്ന് മനസ്സ് തുറന്ന് തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ബന്ധത്തിൽ വരാനും നിങ്ങളുടെ പ്രണയവുമായിട്ട് നിങ്ങൾ വീണ്ടും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നും ആത്മാർത്ഥമായിട്ട് തന്നെ ഇവർ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു എലോൺ ടൈമിൽ, അല്ലെങ്കിൽ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഇത്രയും ചിന്തകൾ ഇവരിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കാരണം ഇത്രയും നാളും കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഓരോരുത്തരായിട്ട് മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു റിയാലിറ്റിയിലേക്ക് ഇവർ കടക്കാനായിട്ട് ഇത്രത്തോളം സമയം എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ആ ഒരു ഡിവൈൻ ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്തായിരിക്കും കടന്നു വന്നിരിക്കുന്നത്. ചില പ്രത്യേക നിമിഷങ്ങളിലായിരിക്കും ചില വ്യക്തികൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഒരു ആഘോഷം, സെലിബ്രേഷൻ അങ്ങനെ വരുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊരു വേദന, ചിലരെ സംബന്ധിച്ചിടത്തോളം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു ചീറ്റിങ്ങിൽ അകപ്പെടുമ്പോഴായിരിക്കും. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു പേഴ്സണ് ആ ഒരു നല്ല നല്ല മൊമെന്റുകൾ, കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലൈഫിൽ അത് എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല. പൂർണ്ണ മനസ്സോടുകൂടി അതിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. പുറമെ എത്രത്തോളം കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ ഉള്ളുകൊണ്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട്. അതുപോലെ ആരോടും എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും സ്വന്തം തെറ്റുകളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോഴും ഇവർ ചെയ്തിരിക്കുന്ന തെറ്റുകൾ അവർ എല്ലാവരോടും ഏറ്റുപറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അപ്പോളജി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളോട് അത് മനസ്സ് തുറന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ നിങ്ങളായിരിക്കും ഇവരെ ഒന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ മനസ്സിലാക്കാൻ കഴിയും എന്നൊരു തോന്നൽ ഇവർക്ക് ഇപ്പൊ വന്നിട്ടുള്ളത്. കൂടെ നിൽക്കുന്ന വ്യക്തികളൊക്കെ ചിലപ്പോൾ ആദ്യം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പതുക്കെ പതുക്കെ മുന്നോട്ടേക്ക് പോയപ്പോൾ ഇവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ പല പല കാര്യങ്ങളിൽ ഇവരുടെ ക്യാരക്ടറിനെയൊക്കെ ചിലപ്പോൾ പല രീതിക്ക് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം.
അപ്പൊ ഇവര് മനസ്സിലാക്കുന്ന ഒരു കാര്യം, കൂടെ നിൽക്കുന്ന വ്യക്തികൾ അത്രയും കുറ്റപ്പെടുത്താമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കുമല്ലോ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുന്നുണ്ട് ഇവർക്ക്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളോട് തന്നെ ആ ഒരു forgiveness, ആ ഒരു ക്ഷമാപണം നടത്താനായിട്ട് ഇവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇവർക്ക് ആ ഒരു സമാധാനപരമായ അന്തരീക്ഷം അല്ലെങ്കിൽ ആ ഒരു സമാധാനപരമായ ജീവിതമാണ് ഇപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് ആ വന്നിരിക്കുന്നത്. ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ്. ഇനി ആ ഒരു വഴക്ക്, പ്രശ്നങ്ങള്, ഇങ്ങനത്തെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഇതൊന്നും ഇവർക്ക് ഫേസ് ചെയ്യാനായിട്ട് വയ്യ എന്നുള്ളൊരു മെന്റാലിറ്റി ആണ്. അല്ലെങ്കിൽ അവര് ഓടി തളർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ വാശി കാണിച്ചു, ദേഷ്യം കാണിച്ചു, ഈഗോ കാണിച്ചു, എല്ലാം കാണിച്ചു. പക്ഷെ ഇപ്പോ അവർക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ആ ഒരു ടൈം എല്ലാം പൂർണ്ണമായിട്ട് അവസാനിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് സമാധാനമാണ് അല്ലെങ്കിൽ സന്തോഷമാണ്. ആ ഒരു സമാധാനത്തിനും അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിനും വേണ്ടിയിട്ട് എന്ത് രീതിക്ക് സാക്രിഫൈസ് ചെയ്യാനും ഇവരിപ്പോ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളിലേക്ക് ഒരു ഗിഫ്റ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരണം എന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് ആ ഒരു പ്രപ്പോസൽ ആയിട്ട് വീണ്ടും എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ സെറ്റിംഗ് ആണ്. നിങ്ങളുടെ ബന്ധത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ഇമോഷൻസ്, അങ്ങനെ എന്ത് രീതിയിലുള്ള തടസ്സങ്ങളാണെങ്കിലും അതിനെയെല്ലാം തന്നെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് മനസ്സുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു ദൃഢനിശ്ചയം അല്ലെങ്കിൽ ആ ഒരു പ്രതിജ്ഞ തന്നെയായിട്ടാണ് കാണുന്നത്. കാരണം ചാരിയറ്റ് എന്ന് പറയുന്ന ആ ഒരു കാർഡിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ഇപ്പോഴത്തെയായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ. എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ആരുടെയും സഹായം ഇല്ലാതെ ഇവർക്ക് തന്നെ നിയന്ത്രിക്കാനായിട്ട് ഈ ഒരു സിറ്റുവേഷനെ സാധിക്കും. ഇനി ആരൊക്കെ ഈ ഒരു ബന്ധത്തിൽ എതിർപ്പോ കാര്യങ്ങളോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ ഇവർ ഇതുവരെ പേടിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോ, അല്ലെങ്കിൽ അവരുടേതായ ഒരു ദൗർബല്യങ്ങൾക്ക് കീഴ്പ്പെട്ട് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇനി ഇവരുടെ മനസ്സിനെ ഇവർ തന്നെ കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിലും അതിനെ ഇവർ നിയന്ത്രിക്കും. ഇപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും, രാത്രിയിലാണെന്നുണ്ടെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ഓർമ്മകളിൽ തന്നെയാണ് തളം കെട്ടി നിൽക്കുന്നത്. അതുപോലെ ഇതുവരെ ഉണ്ടായിരുന്ന കംഫർട്ട് സോൺ എന്ന് പറയുന്നത് കൂടെ നിന്നിരുന്ന ഈ ഒരു വ്യക്തികള്, സിറ്റുവേഷൻസ് എല്ലാമാണ്. ആ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ തന്നെയാണ്. കാരണം ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവരുടേതായ ഒരു ലോകത്താണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ചിലപ്പോൾ കരിയറിനൊക്കെ വളരെയധികം വാല്യൂ കൊടുക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക്, മറ്റേ ഫ്രണ്ട്സ്, കാര്യങ്ങള്, ഇതിനൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ ഇപ്പൊ അവര് അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹത്തെയും നിങ്ങളെയും ഇവര് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു തുടങ്ങി എന്നുള്ള ഒരു സൂചന തന്നെയാണത്. അതുപോലെ നിങ്ങളെ ചേസ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ അവർ ചേസ് ചെയ്തത് നിങ്ങളെ ഉപദ്രവിക്കാനോ കാര്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ നിങ്ങളെ ചേസ് ചെയ്യുക എന്ന് പറയുന്നത് സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പുറകെ വരാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇതിന്റേതായ ഒരു സിംറ്റംസ്, കാര്യങ്ങൾ, ആ ഒരു സയൻസ് ഇതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഇതൊരു വിജയം കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇതൊരു വിജയത്തിലേക്ക് തന്നെ എത്തിക്കണം. അത്രത്തോളം മാനസികപരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ എത്താൻ തന്നെയാണ് ഇവര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് വളരെ ക്വിക്കലി, വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരണം. കാരണം ഇനിയും വേദനിക്കാനായിട്ട് വയ്യ എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത്. ഇമോഷൻസ്, കാര്യങ്ങള് എല്ലാം ഈ റിലേഷൻഷിപ്പിൽ ഉള്ള കാര്യങ്ങൾ, അതായത് മോശമായിട്ട് നിൽക്കുന്ന ഇമോഷൻസ്, ആ ഒരു വേദനകളെ എല്ലാം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് ടെൻ ഓഫ് wands എന്ന് പറയുമ്പോഴേക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ കാർഡ് ആണ്. നിങ്ങളുടെ ബന്ധത്തിൽ ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവർ ചുമക്കുന്ന ആ ഒരു ദുഃഖഭാരം ഇനിയും ചുമക്കാൻ സാധിക്കാതെ പൂർണ്ണമായിട്ടും അതിനെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുക. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്ന നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ആ ഒരു റിസ്ക് എടുത്തിട്ട് വിജയിക്കുന്ന ഒരു എനർജി. അപ്പൊ ഇതിലേക്ക് ഇവർ എത്തി നിൽക്കുന്ന ഒരു എനർജി തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ഇവർ ചിലപ്പോൾ പല കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ബ്ലെയിം ചെയ്തു എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അതായത് ഇവർ ചെയ്ത തെറ്റുകൾ നിങ്ങളുടെ തലയിലേക്കൊക്കെ ആക്കിയിട്ട് ചെയ്തിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഹൈഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് തന്നെ നിങ്ങളോട് പറയാനായിട്ട് ഇവർ തീരുമാനിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ഒരു സോൾമേറ്റ് ആണ് എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് അവർ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് അവർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരിക്കാം. മറ്റ് ചിലവരുടെ കേസിൽ നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ സോൾ കണക്ഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഇവര് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളാണ് അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്നുള്ള രീതിക്ക്. കാരണം ഇവരെ മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ഇവരുടെ ദൗർബല്യങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ ക്യാരക്ടറിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അതൊക്കെ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊരു തോന്നൽ തന്നെയായിരിക്കാം അവരെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്.
ഇതുവരെ നിങ്ങളുടെ ബന്ധത്തിൽ അവർ ചിലപ്പോൾ പല പല ബൗണ്ടറീസ് വെച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് പല നിയന്ത്രണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ടോക്സിക് ആയിട്ടൊക്കെ ചിലപ്പോൾ പെരുമാറിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പല രീതിക്ക് ഇവരുടെ കൂടെ നിന്ന വ്യക്തികളാണ്. ഇപ്പൊ മനസ്സുകൊണ്ട് അവർക്ക് അതിലൊക്കെ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. അപ്പൊ ആ ഒരു ബൗണ്ടറീസ് കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം പൂർണ്ണമായിട്ട് മാറ്റണം എന്ന് ഇവരിപ്പോ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അത് കണ്ടിന്യൂ ചെയ്യരുത്. കാരണം അവർ ഓൾറെഡി നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞു. ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഈഗോ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളിലും നിയന്ത്രണം വെച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ചെയ്തിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് മനസ്സുകൊണ്ട് തോന്നിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കുറ്റബോധത്തിന്റെ ഭാഗമായിട്ടും മാത്രമല്ല ചുറ്റിനും കൂടി നിന്നവരുടെ യഥാർത്ഥമായ മുഖം കാര്യങ്ങൾ എല്ലാം ഇവർ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ടിട്ടും ആ ഒരു ബൗണ്ടറി തന്നെ എടുത്ത് മാറ്റാനായിട്ട് തീരുമാനിക്കുകയാണ്. ഈ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഈ ഒരു ലവ് റിലേഷൻഷിപ്പിനെ ഒരു ചാലഞ്ച് ആയിട്ട് തന്നെ ഏറ്റെടുക്കണം. കാരണം ഇതിന്റെ വിജയം ഇവരുടെ മാത്രം ലക്ഷ്യമായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട്. ഒരു സമയത്ത് നിങ്ങൾ മാത്രം എഫേർട്ട് എടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോയ ഒരു ബന്ധമായിരിക്കും. പ്രശ്നങ്ങൾ വന്ന് ഇതിന് മുന്നേ തന്നെ ചിലപ്പോൾ പ്രശ്നങ്ങളിലേക്ക് പോകാമായിരുന്നു. പക്ഷെ എന്നിട്ടും അതിനെ പാച്ചപ്പ് ചെയ്ത് നിങ്ങളായിരിക്കാം മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഇവരായിട്ട് തന്നെയായിരിക്കാം നിങ്ങൾ ഉപേക്ഷിച്ച് പോയിരിക്കുന്നത്. അവോയ്ഡ് ചെയ്ത് ചീറ്റ് ചെയ്തിട്ടൊക്കെ പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഇതിന്റെ നിലനിൽപ്പ് മുന്നോട്ടേക്ക് വേണമെങ്കിൽ ഇവർ തന്നെ എഫേർട്ട് എടുക്കണം എന്നുള്ളത് വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ ഇവർക്ക് മനസ്സിലായിരിക്കുന്ന ഒരു മൊമെന്റ്സ് ആണിത്. അതുകൊണ്ടാണ് ഇവർ ആ ഒരു ബൗണ്ടറീസ് എല്ലാം തന്നെ കട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഇതൊരു ചാലഞ്ചിങ് ആയിട്ട് ഏറ്റെടുത്തിട്ട് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മനസ്സിലേക്ക് എത്തുകയും ചെയ്തിരിക്കുക. അതുപോലെ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഇവർ കാണാതിരുന്ന പല വശങ്ങളും മുന്നോട്ടേക്ക് വന്നപ്പോൾ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ ഈ നോക്കുന്ന ഈ ഒരു സമയത്ത് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഇവർ ചിലപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന പല കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ആ ഒരു unseen ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ആ ഒരു divine time ആയപ്പോൾ ഇവരുടെ മുന്നിലേക്ക് പല കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ third party situation ന്റെ യഥാർത്ഥ സ്വഭാവമായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഒറ്റക്കാണെന്നുള്ള റിയാലിറ്റി ഇവർ മനസ്സിലാക്കിയിരിക്കുന്ന സമയമായിരിക്കാം. അല്ലെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കുന്നവർ ഇവരെ പറ്റി പറയുന്നത് ഇവർ തന്നെ കേൾക്കാനുള്ള ഇട വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും പല കാര്യങ്ങൾ ഇവരുടെ മുന്നിലേക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ടിട്ട് ഇതുവരെ ഇവർ ആ ഒരു blind ആയിട്ടൊക്കെ ആണ് ഇരുന്നത് എന്നുണ്ടെങ്കിൽ അത് വെച്ചാൽ ഒരു പൊട്ടനെ പോലെയാണ് ഇവർ ഇരുന്നത് എന്നുള്ളത് ഇവരിപ്പോ മനസ്സിലാക്കുകയാണ്. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത്. അല്ലാതെ ആരും അവരെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവരാണ് മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്ത് നിന്നത്. അപ്പൊ ഇനി ആ ഒരു ട്രസ്റ്റ് ആ ഒരു ചീറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു വേദന ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ട് ഇനിയും അങ്ങനെ കണ്ണടച്ചിരിക്കാനായിട്ട് തീരുമാനിക്കുന്നില്ല. അതിനെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ വരികയാണ്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഇവർ മനസ്സിലാക്കുന്ന കാര്യം ഇങ്ങനെ തന്നെയാണല്ലോ ഇവർ നിങ്ങളോടും ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇവരെ വളരെയധികം ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരിക്കലും ഇവർ പൂർണ്ണമായിട്ട് വിട്ടുപോകും എന്നുള്ളതൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടേ ഉണ്ടാവില്ല. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരൊരു സപ്പോർട്ടീവ് ആയിട്ട് നിങ്ങൾക്ക് കൂടെ നിൽക്കും എന്നൊക്കെ ഒരു ചിന്താഗതിയിലായിരിക്കാം നിങ്ങൾ വിശ്വസിച്ച് കൂടെ നിന്നത്. പക്ഷേ ഇവരുടെ ഭാഗത്ത് നിന്ന് ആ ഒരു അവോയ്ഡിങ്ങോ അല്ലെങ്കിൽ ചീറ്റിങ്ങോ ഒന്നും നേരിടേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത വ്യക്തികളാണ്. അപ്പൊ ഇവരുടെ ലൈഫിൽ ഇവർക്ക് ഈ ഒരു കാര്യം ഫേസ് ചെയ്തപ്പോഴാണ് ഇവർ നിങ്ങളിലേക്ക് തന്നിരുന്ന വേദന അല്ലെങ്കിൽ ആ ഒരു കാര്യം എത്ര തീവ്രമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് ഇവർ റിയലൈസ് ചെയ്യുന്നത്. ആ ഒരു റിയലൈസേഷൻ ഇവരിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ടുമാണ് ആ ഒരു ട്രൂ ആയിട്ടുള്ള ലവ് അല്ലെങ്കിൽ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള റൊമാൻസ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളിലേക്ക് എത്തും എന്നുള്ള ഒരു ദൃഢനിശ്ചയം അല്ലെങ്കിൽ ആ ഒരു പ്രതിജ്ഞ ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരു ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുവന്നവരായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നവരും ആയിരിക്കും. അപ്പൊ അതുകൊണ്ടിട്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ടും ചിലപ്പോൾ ഡയറക്റ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം എഫേർട്ട് എടുക്കുക എന്ന് പറയുമ്പോഴേക്കും ഒരു ഹാർഡ് ആയിട്ടുള്ള എഫേർട്ട് തന്നെ ഇവിടെ കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇനി തിരിച്ചു വരുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ഈ ഒരു സമയം. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ പക്ഷെ എങ്കിലും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇവർ തയ്യാറെടുക്കുന്നുണ്ട്. എത്ര സാഹസം നിറഞ്ഞ യാത്രയാണെന്നുണ്ടെങ്കിലും അവരത് ഏറ്റെടുക്കാനായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. കാരണം അവർക്ക് നിങ്ങളോട് അപ്പോളജി ചെയ്യണം. ആ ഒരു ക്ഷമാപണം നടത്തണം. മാത്രമല്ല അവരുടെ ഹൃദയത്തിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ അവർക്ക് വരുന്നുണ്ട്. ഇമോഷണലി ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വളരെയധികം ഒരു അട്രാക്ഷൻ വരുന്നുണ്ട്. ഫിസിക്കലി വരാനുള്ള കാരണം ചിലപ്പോൾ ഇവർ നിങ്ങളെ ചേസ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയാസോ കാര്യങ്ങളോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഡയറക്റ്റ് കാണുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയാസ് വഴിയായിരിക്കും അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നത്. ഇനി അല്ല അടുത്തൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ നിങ്ങൾ ഒരുപാട് മാറിപ്പോയല്ലോ എന്നൊരു ചിന്ത ഇവരിൽ വരുന്നുണ്ട്.
ഇതുവരെ നിങ്ങൾ ആ ഒരു ഡൗൺ സ്റ്റേജിൽ ഇരുന്നത് കൊണ്ട് നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാതിരുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ വന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ അപ്പിയറൻസ് ഒക്കെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ടാകും. അപ്പൊ ആ ഒരു അട്രാക്ഷൻ ഒക്കെ ഇവരിലേക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. കൈവിട്ട് പോയല്ലോ എന്നൊരു ചിന്ത അന്നേരമൊക്കെ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിക്കൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ചുള്ളൊരു തോട്ട്സും ഫീലിങ്സും ആയിട്ട് വന്നിരിക്കുന്നത്. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു റീകൺസിലേഷൻ കൊണ്ടുവരിക, ആ ഒരു റീബർത്ത് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ചിന്തിക്കുന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റിസും വന്നിട്ടുണ്ട്. ഓക്കെ, 10 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഫാമിലി ആയിട്ടൊക്കെ മുന്നോട്ടേക്ക് പോയതാണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും ആ ഒരു ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബവുമായിട്ട് മുന്നോട്ടേക്ക് പോകണമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകണം, ഈ ഒരു തോട്ടിലൊക്കെയാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ഇന്നത്തെ ദിവസം ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോട് വന്നിരിക്കുന്ന ഒരു തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ വളരെയധികം ഒരു ഡീപ്പർ ആയിട്ട് തന്നെയാണ് നമുക്ക് കാണിക്കുന്നത്. അത്രത്തോളം നിങ്ങളിലേക്ക് അറ്റാച്ച്ഡ് ആകുന്ന ഒരു വ്യക്തിനെ നമുക്ക് കാണാനായിട്ട് ഇവിടെ കഴിയുന്നുണ്ട്. അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു ക്ലൂസും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടൊക്കെ കണക്ട് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ജി എന്നൊരു ലെറ്റർ, എസ് എന്നൊരു ലെറ്റർ, കെ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, കോട്ടയം എന്നൊരു ഡിസ്ട്രിക്റ്റ്, വയനാട്, 31, പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, മാർച്ച് എന്നൊരു മന്ത്, സെപ്റ്റംബർ, 44, 19, അശ്വതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ലിയോ എന്നൊരു സോഡിയാക് സൈൻ, വിത്തിൻ 3 months വന്നിട്ടുണ്ട്, മലപ്പുറം, 1988, എ എന്നൊരു ലെറ്റർ, എസ്, ആലപ്പുഴ, ആയില്യം എന്നൊരു സ്റ്റാർ, ബി എന്നൊരു ലെറ്റർ, ഡിസംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്, ഔട്ട്സൈഡ് കേരള, നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോങ് ഡിസ്റ്റൻസ് നിങ്ങൾ ആയിരിക്കാം ചിലപ്പോൾ എന്ന്, ഉത്രട്ടാതി എന്നൊരു സ്റ്റാർ, എ എന്നൊരു ലെറ്റർ, വി, 44, എൻ എന്നൊരു ലെറ്റർ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൂടാതെ നമുക്കിവിടെ 10 വന്നിട്ടുണ്ട്, 4, 6, 7, 6 അഗൈൻ വന്നിട്ടുണ്ട്, 2 റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാം. റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.